ഹലോ. ഒരു കാര്യം ഞാൻ എളുപ്പത്തിൽ പറഞ്ഞിട്ട് പോകാവേ. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് അഫെയർ. ഞാൻ അവളായിട്ട് അഫെയറാണ്, അല്ലെങ്കിൽ അവനും അവളായിട്ട് അഫെയറാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഞാനും ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്താ സംഭവം എന്നറിയോ? ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാനും അവളും തമ്മിലൊരു പ്രേമബന്ധത്തിലാണ്, അതൊക്കെ. പക്ഷേ ഒരു അവിഹിത ബന്ധത്തിൻ്റെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അഫെയർ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം, പക്ഷേ അതായത് ഒരു ഇല്ലീഗലായിട്ടുള്ള, അതായത് ഇപ്പോൾ ബന്ധത്തിലുള്ള ഒരാൾക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉള്ളതോ, അല്ലെങ്കിൽ ആൾ കല്യാണം കഴിച്ചതോ ഭാര്യ ഭർത്താവോ ഉള്ളതോ ആയിരിക്കും. എന്നിട്ട് വീണ്ടും ഒരു ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ആ പുതിയ ബന്ധത്തിന് അഫെയർ എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി ഓൾറെഡി ഉള്ളപ്പോൾ വേറൊരു പങ്കാളി ആയിട്ടുള്ള ബന്ധത്തിനെയാണ് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.